പെൺകുട്ടിയുടെ സഹോദരൻ നമുക്കൊപ്പം ചേരുകയാണ്. ഈ വിഷയത്തിൽ ഈ രാഹുലിൻ്റെ കുടുംബം വലിയ ആക്ഷേപം ഉന്നയിക്കുകയാണ്. താങ്കളുടെ സഹോദരി അവർക്ക് മറ്റു ചില ബന്ധങ്ങൾ ഉണ്ടായിരുന്നു, വേറെ കാമുകന്മാരുണ്ടായിരുന്നു, അതിൻ്റെ പേരിലാണ് വീട്ടിൽ തർക്കമുണ്ടായത് എന്ന ആക്ഷേപമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യം ശ്രദ്ധയപ്പെട്ടിരുന്നോ? ഇല്ല, അത് അവര് ഇപ്പൊ പറയണെന്ന് മുടന്തിനായോ ഇതിന്റെ പേരിലല്ല, ഇവര് സ്ത്രീധനത്തിന്റെ പേരിലാണ് ഈ ചോദ്യങ്ങളൊക്കെ ആദ്യം ഉണ്ടായിരുന്നത്. പിന്നെ ഇവന് സംശയരോഗവുമുണ്ട്. രണ്ട് രീതിയിലുണ്ട്, സ്ത്രീധനത്തിന്റെ പേരിലും അതുപോലെ സംശയരോഗത്തിന്റെ പേരിലുമാണ് ഈ മർദ്ദിച്ചേക്കണേ. അന്ന് തന്നെ ഈ രാവിലെ തന്നെ അമ്മയുമായിട്ട് രാഹുല് ഒരു റൂമിൽ 1.5 മണിക്കൂർ ചർച്ച ചെയ്തിരുന്നു എന്ന് പറഞ്ഞു എന്റെ സഹോദരി പറഞ്ഞിരുന്നു. അപ്പൊ അന്നാണ് ഇവർ ഈ ഫംഗ്ഷന് പോയത്. അന്ന് ഫംഗ്ഷന് പോയപ്പോ എന്റെ സഹോദരി ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞതെന്ന് ചോദിച്ചു. അത് നീ അറിയണ്ടെന്നാ പറഞ്ഞു, രാഹുൽ പറഞ്ഞു. അന്ന് തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ ചോദിക്കുന്നത്, എനിക്ക് ഇതിൽ കൂടുതൽ കിട്ടും, 150 പവൻ കാറൊക്കെ കിട്ടുമായിരുന്നു ചോദിച്ചു. അങ്ങനെയാണ് ഈ മർദ്ദിക്കുന്നത്. പിന്നെ ഈ പുള്ളിക്ക് സംശയരോഗവുമുണ്ട്. നിനക്ക് 10ാം ക്ലാസ്സിൽ എത്ര റിലേഷൻ ഉണ്ട്, +2 എത്ര റിലേഷൻ ഉണ്ട്, ബിടെക്കിന് പഠിക്കുമ്പോ റിലേഷൻ, ടെക്കിന് പഠിക്കുമ്പോ ഇപ്പൊ വർക്കിന് കൊടുത്ത്, ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അടിക്കുക, ആളെ മർദ്ദിക്കുകയാണ് അയാളെ. പിന്നെ ഇയാള് ലഹരി മദ്യമല്ലാന്ന് തോന്നുന്നു, ഭയങ്കര ഒരു ലഹരിയെ ഉപയോഗിച്ചിട്ട് ഒരു മൂഡിലായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ രാഹുല് ലഹരി, അതായത് മദ്യം ഉപയോഗിക്കുന്നു എന്ന കാര്യം ആ കുടുംബം തന്നെ അംഗീകരിക്കുകയാണ്. ഒപ്പം തന്നെ മദ്യം നിസാര മദ്യമല്ല, ഒരു പുതിയ ഒരു മണവാള ചെറുക്കൻ വരുമ്പോ ഒരു കൺട്രോൾ ഒക്കെ ഉണ്ടാവും. ഇവിടെ 9ാം തീയതി വന്ന് ഫംഗ്ഷന് തന്നെ കഴിച്ചത് കാണണം, എന്റെ മുന്നിലിരുന്ന ആൾക്ക്. അത് എന്റെ അച്ഛനോട് ചോദിച്ചേക്കുന്നു, ഒരു പെഗ് കിട്ടും. അവിടെ എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ് ഓഡിറ്റോറിയം. ആ ഓഡിറ്റോറിയത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് എന്റെ അച്ഛനോട് ചോദിച്ചേക്കുന്നു, എനിക്കൊരു പെഗ് വേണം. എന്നിട്ട് ആള് റൂമിലേക്ക് വന്നിട്ട് 3 പെഗ് അടിച്ചിട്ട് മുകളിലോട്ട് പോയി. എന്നിട്ട് അവിടെ നിന്ന് 2 പെഗ് അടിച്ചു. എന്നിട്ട് ആള് പോണേ. അത് അത്രക്ക് അടിമ, ആൾക്കൊന്നും കിട്ടാത്തതിന്റെ ഒരു വിറയിലും ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ആള് ഡാൻസ് ആടണം അവിടെ. അപ്പൊ ആള് എന്തോ മയക്കുമരുന്നിനൊക്കെ അടിമയാണെന്നുള്ള ഒരു ആളുടെ. പിന്നെ ആളുടെ റൂമിലാണെങ്കിൽ തന്നെ ഞങ്ങൾ ഈ അടുക്കളാണൽ പോകുന്ന സമയത്ത് ചെന്നപ്പോ സ്ത്രീകളൊക്കെ റൂം കാണാനായിട്ട് മുകളിലോട്ട് കയറി. അപ്പൊ ലൈബ്രറി പോലെ കുപ്പികള് പുകയണ മണം. എന്റെ വീടിന്റെ മുകളിൽ തന്നെ ആയാലും രാഹുലും എന്റെ സഹോദരിയും കിടന്ന റൂമിന്റെ അപ്പുറത്തെ സൈഡിലായിരുന്നാലും സിഗരറ്റ് മദ്യക്കുപ്പിയുടെയൊക്കെ, അതായത് സിഗരറ്റൊക്കെ വലിച്ച് ഒരു ലോഡ് കണക്കിന് സിഗരറ്റൊക്കെയാ വലിച്ചിട്ടേക്കും. അപ്പൊ ആള് ലഹരിക്ക് ഭയങ്കര അടിമ. രണ്ടൊരു സ്വഭാവമാണ് കാണിക്കണേ. ഒരു കാര്യം കൂടി, ഈ കോട്ടയത്ത് ഒരു യുവതിയുടെ വിവാഹം ഉറപ്പിച്ചിരുന്നു എന്ന കാര്യം കൂടി കുടുംബം അംഗീകരിക്കുന്നുണ്ട്. അങ്ങനെ സംഭവിച്ചു. അതായത് താങ്കളുടെ സഹോദരിയും ഈ കോട്ടയത്തെ യുവതിയും ഒരു ദിവസമാണ് അവർ പെണ്ണ് കാണുന്നതിന്, ആ ചടങ്ങിന് വേണ്ടി പോവുക, പിന്നീട് അത് വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ അറിഞ്ഞിരുന്നില്ലേ ഈ കോട്ടയത്ത് ഇങ്ങനെ ഒരു ബന്ധവും ഉണ്ടായിരുന്നു, ഇടപാടുണ്ടായിരുന്നു എന്ന കാര്യം? ഞങ്ങളോട് പറഞ്ഞ ഒരു എൻഗേജ്മെന്റ് അതായത് എൻഗേജ്മെന്റ് വരെ എത്തിയിട്ട് മുടങ്ങി. അതായത് ഈ കോട്ടയത്തെ പെൺകുട്ടിയുടെ ഒരു സഹോദരനുമായിട്ട് ഫോട്ടോഗ്രാഫിയുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ട്. അതുകൊണ്ട് അത് ഒഴിവാക്കിയാന്നാ പറഞ്ഞത്. പിന്നെ ഇതിനെക്കുറിച്ച് ചോദിക്കരുതെന്നും കൂടി പറഞ്ഞു. ഞാനിപ്പോ ട്രോമയിലാണ്, അതിന്റെ ഒരു ട്രോമയിലാണ്. അതുകൊണ്ട് എന്നെ ഇത് ചോദിച്ച് ബുദ്ധിമുട്ടിക്കരുത്. നീ ഇപ്പൊ എന്റെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എനിക്കിപ്പോ ഒരു ആശ്വാസമായി. ആ രീതിയിലാണ് രാഹുല് ഈ സംസാരിച്ചത്, നിങ്ങളോടൊക്കെ സംസാരിച്ചത്. അപ്പൊ ഞങ്ങളിപ്പോ ഒരു എൻഗേജ്മെന്റ് അത് ഒരു സ്വാഭാവികമായ ആയിട്ട് കരുതുള്ളൂ, മുടങ്ങിപ്പോയി, അത്രേ കരുതുള്ളൂ. പക്ഷെ ഇപ്പോഴാണ് അറിയണത് 2 മുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ വേറെ ഒരു ന്യൂസ് ഞങ്ങള് വാർത്താ ചാനലിലൂടെ കേട്ടെന്ന് വെച്ചാല് ഈ പെൺകുട്ടിയെ രജിസ്റ്റർ ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ന്യൂസ് കേട്ടു. അതെ, കോട്ടയത്തെ കുട്ടിയെ രജിസ്റ്റർ ചെയ്തിരുന്നു. അത് ആ കുടുംബം തന്നെ അംഗീകരിക്കുന്നുണ്ട്. ജർമ്മനിക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങനെ ഓഫർ നൽകി രജിസ്റ്റർ ചെയ്തു. പിന്നീട് അത് മുന്നോട്ട് കൊണ്ടുപോയില്ലെന്ന് പറയും. എന്നിട്ട് അതൊക്കെ ഞങ്ങളോട് മറച്ചു. അമ്മയും പെങ്ങളൊക്കെ ഒരു സ്ത്രീയല്ലേ ഇവരുടെ വീട്ടില് 2 സ്ത്രീകളുണ്ട്. ഇവരുടെ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ചതിക്കാൻ. അതെ, പക്ഷേ സഹോദര, ഈ രാഹുലിന്റെ അമ്മ അല്പസമയം മുമ്പ് ഞങ്ങളോട് പറയുന്നത് ഇതൊക്കെ നിങ്ങൾക്കറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ അറിയാമായിരുന്നോ? അതെ, ഒരു സാമാന്യ തലക്ക് നമ്മളൊക്കെ അരിയല്ലത്തിനാണ്. സാമാന്യ ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? ഇപ്പൊ എന്റെ പെൺകുട്ടിക്ക് എന്താ, എന്റെ പെങ്ങൾക്ക് 2ാം വിവാഹം വല്ലതും, അല്ലെങ്കിൽ എന്തെങ്കിലും മാനസിക രോഗമുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ? അവൾക്ക് പഠിച്ച് നല്ലൊരു ജോലിയുണ്ട്. ഇത്രയും ഇതുള്ള ഞങ്ങള് ഇവൻ വേറെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു ഞങ്ങൾ കെട്ടിച്ചു കൊടുക്കുന്ന എന്തിനാ? ഞങ്ങൾക്ക് അത്ര മുട്ടിയൊന്നും നിൽക്കല്ല കെട്ടിച്ചുവിടാനായിട്ട്. അത് ആ പെണ്ണുമ്പുള്ള വെറുതെ പറയണം.
അവരുടെ വേഷം കെട്ടൊക്കെ അവിടെ നിൽക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഈ വിവാഹത്തിന് മുമ്പ് ഈ സഹോദരിയും രാഹുലും ഒരു അഫെയർ എന്ന തലത്തിലേക്ക് ആ ബന്ധം മാറുകയോ രാഹുൽ തന്നെ മതി എന്നൊരു സമ്മർദ്ദം ചെലുത്തുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നോ? കുടുംബം അങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് ഇത് ഈ കേസ് നമുക്ക് ഇരിക്കുമ്പോൾ ഒരു 6 മാസം മുമ്പ് വന്നതാ. മാട്രിമോണി വഴിയാ വന്നത്. അപ്പൊ ഈ മാട്രിമോണി വഴി ഇവര് ഒരു 3 മാസത്തോളം സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഇവരിവിടെ പെണ്ണ് കാണാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പോ അന്ന് വന്ന ശേഷം പിന്നീട് രാഹുല് എന്റെ സഹോദരിയോട് പറഞ്ഞ അമ്മയ്ക്ക് ഇഷ്ടമായില്ല, രാഹുലിന്റെ അമ്മയ്ക്ക് ഇഷ്ടമായില്ല ഇത്. അങ്ങനെ ഇത് മുടങ്ങിപ്പോയി. പിന്നെ അവൻ ചിലപ്പോ കുറെ പേരെയൊക്കെ കണ്ടുവച്ചിട്ടുണ്ടാവും, അതിലൊരാളെ സെറ്റ് ചെയ്തു. അങ്ങനെയാണ് പിന്നെ ഈ കോട്ടയത്തെ പെണ്ണിന്റെ ഇതിലേക്ക് പോയിട്ടുണ്ടാവുക. അത് മുടങ്ങിയ ശേഷം ഞങ്ങളുടെ വന്നു. അപ്പൊ ഞങ്ങൾക്ക് അന്ന് താല്പര്യമായിരുന്നു, രാഹുലിനും താല്പര്യമായിരുന്നു, എന്റെ സഹോദരിക്കും താല്പര്യമായിരുന്നു, ഞങ്ങൾക്കൊക്കെ താല്പര്യമായിരുന്നു ബന്ധത്തിൽ. പക്ഷെ പിന്നീട് ഇപ്പൊ വന്നപ്പോ ഇങ്ങനെ എൻഗേജ്മെന്റ് ഇങ്ങനെ മുടങ്ങി. അപ്പൊ എന്റെ സഹോദരി കല്യാണം കഴിഞ്ഞു വന്ന് എന്റെ സഹോദരനെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ഇല്ല, അപ്പൊ പിന്നെ പ്രൊസീഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് കല്യാണം നടത്തണം, 26-ാം തീയതി ഇങ്ങനെ പോവുകയാണ്. ഞങ്ങള് പറഞ്ഞ ആദ്യം ഞങ്ങള് ഇത്ര പെട്ടെന്നുള്ള ഇത് പറ്റില്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് എടുത്ത് അങ്ങോട്ട് നടത്താന്ന് വിചാരിച്ചു. അപ്പൊ ഞങ്ങൾ ഓക്കെ ആയിരുന്നു. നമ്മൾ അന്വേഷിച്ചപ്പോഴൊക്കെ വേറെ കുഴപ്പമൊന്നും ഇല്ലാത്ത പയ്യനാണെന്ന് മനസ്സിലാക്കി. പ്രൊസീഡ് ചെയ്ത് പോയി. നിങ്ങളൊരു അന്വേഷണം നടത്തിയപ്പോൾ കുഴപ്പമില്ല എന്നാണ് നിങ്ങൾക്ക് അന്ന് ബോധ്യപ്പെട്ടത്? ബോധ്യപ്പെട്ട. ഇവര് 4.5 വർഷമായിട്ട് ഇവിടെ കോട്ടയംകാരാണ്, 4.5 വർഷമായിട്ട് കോഴിക്കോട് ഇങ്ങനെ താമസിക്കുന്നവരാണ്. അങ്ങനെയുള്ള ഒരു രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പ്രൊസീഡ് ചെയ്ത് അങ്ങോട്ട് പോയി. പിന്നെ ഇപ്പൊ അത് കഴിഞ്ഞപ്പോഴാണ് അല്ലെ, പിന്നെ ഇവര് ചുറ്റുബന്ധ അവിടത്തെ ഉള്ള പരിസരവാസികളുമായിട്ടൊക്കെ ഒന്നും വലിയ ബന്ധുവില്ല ഇവര്. അപ്പൊ ഞങ്ങൾ അടുക്കളാണം പോകുമ്പോഴാണ് അറിയണേ അതൊക്കെ. ഈ ഇതിലൊരു കാര്യം, ഈ രാഹുലിന്റെ മാതാവും സഹോദരിയും ഒക്കെ അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? അക്കാര്യത്തിൽ സഹോദരി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരും എന്റെ സഹോദരിയോട് വളരെ മോശമുള്ള ഒരു പുതിയ ഒരു പെൺകുട്ടി ചെല്ലുമ്പോൾ ഒരു പെരുമാറ്റമല്ല, ഒരു മകന്റെ ഭാര്യയായിട്ട് ചെല്ലുമ്പോൾ പെരുമാറ്റില്ല, തീർത്തും അവഗണന, എന്തോ അവർക്ക് തീരെ ഇഷ്ടമല്ലാത്ത പോലെ. പിന്നെ അവരും മദ്യത്തിനടിമയാണ്. അവരും ഇവിടെ ഈ 9-ാം തീയതി ഫംഗ്ഷൻ വന്നപ്പോ മദ്യപിച്ചിരുന്നു. അമ്മയും ഈ രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇവിടെ മദ്യപിച്ച്. അപ്പൊ ഇവര് മൊത്തം കുടുംബം മൊത്തം അത് ചോദിച്ചാ നമ്മളൊരു മാന്യത കണ്ടല്ലോ, ഒരു പുതിയതായിട്ടൊരു വീട്ടിലേക്ക് അത് ചോദിച്ചു വാങ്ങിയ. കഴിക്കുന്നവരിപ്പോ എന്റെ വീട്ടിലെ എല്ലാരും കഴിക്കുന്നവരൊക്കെ തന്നെ. പക്ഷെ ഇങ്ങനെയുണ്ടാ ഒരു ഫാമിലി. ഈ രാഹുലിനെതിരെ ഇപ്പോൾ വേണ്ടത്ര നടപടി പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നൊരു ആക്ഷേപം നിങ്ങൾക്ക് കുടുംബത്തിന് പൊതുവിലുണ്ട്. പക്ഷേ ഇപ്പോൾ പോലീസ് അപ്പം ജാഗ്രതമായ നടപടി എടുത്തു എന്ന് വരുന്നു. ലുക്കൌട്ട് നോട്ടീസ് പുറത്തെടുക്കിയിട്ടുണ്ട്, വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുൽ ഒളിവിൽ എന്നാണ് നമ്മൾ ആ കുടുംബത്തിന്റെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാവുന്നത്. പോലീസിന്റെ ഇതുവരെയുള്ള നടപടി നിങ്ങൾക്ക് സ്വാഗതം ചെയ്യുന്നുണ്ടോ അതിനെ? അല്ല, ഞാൻ പൂർണ്ണമായിട്ടും അതിന് തൃപ്തിയല്ല. രാഹുൽ ഒളിവിൽ പോകാനായിട്ട് സഹായിച്ച പോലീസ് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത്രയും നാൾ ഇപ്പൊ എങ്ങനെ ഒരു കേസ് എടുത്തു? അപ്പൊ അന്ന് കേസ് എടുക്കാഞ്ഞിട്ടുണ്ട്. അന്ന് ഈ പെൺകുട്ടി മൊഴി കൊടുത്തതാ. അപ്പൊ അന്നിട്ട് FIR തന്നെ പറയുന്നുണ്ട് കൈകൊണ്ടിടിച്ച് ശരീരഭാഗങ്ങളിൽ തലക്കൊക്കെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടുണ്ട്. അത് എഴുതിയിട്ടില്ല അവര് FIR ബെൽറ്റ്. പിന്നെ കഴുത്തിൽ മുറുക്കി ശ്രമിച്ചു എന്നാ, അത് കൊല്ലാൻ ശ്രമിച്ചു എന്ന് മൊഴി കൊടുത്തിട്ടുണ്ട്. പിന്നെ അന്നത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീർത്തും പരിതാപകരമാണ്. പന്തിരാങ്കാവ് പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ ചെന്നിട്ട് വളരെ മോശം. അത് രാഹുലിന് അനുകൂലമായിട്ടാണ് അവിടെ അവര് നിന്നിട്ടുള്ളത്. അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയായിരുന്നു, ഞങ്ങളോട് വളരെ മോശമായിട്ടാ. ഇത്രയും 26 പേര് കുട്ടികളൊക്കെ ആയിട്ട് ചെന്നിട്ട് പോലും അവര് ഞങ്ങളോട് തീർത്തും കുട്ടികളൊക്കെ അവശത, ഭക്ഷണമൊന്നും കിട്ടാണ്ട്. അതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ട് 7 മണി 1 മണിക്ക് ചെന്നിട്ട് ഉച്ചയ്ക്ക് രാത്രി 7 മണി വരെ നിൽക്കും. എന്തായാലും ഇപ്പോൾ പുതിയ അന്വേഷണ സംഘത്തെ ചുമതലപ്പെടുത്തി എന്നതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ പരാതികളൊക്കെ കൂടുതൽ ആർജവത്തോടെ ഏറ്റെടുക്കുന്നു എന്നതാണ്. വനിതാ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. പോലീസിന് വീഴ്ച പറ്റ കാര്യം വനിതാ കമ്മീഷനും സമ്മതിക്കുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ ആ ഒരു ആർജവമുള്ള നീക്കങ്ങൾ ഫലം കാണുന്നു എന്നതാണ്. സഹോദരിക്ക് നീതി കിട്ടും, കാരണം ആ രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു എന്നതാണ് മനസ്സിലാവുന്നത്. എന്തായാലും അത്തരം നടപടി ഉണ്ടാവുമെന്ന് നിങ്ങളും കരുതുന്നു അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ വനിതാ കമ്മീഷൻ ഇന്നലെ സജീദേവിയോടൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മനുഷ്യാവകാശ കമ്മീഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, WP ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ നേതാവും നമ്മുടെ ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി, പറവൂർ ലോക്കൽ സെക്രട്ടറി, വൈപ്പിൻ ലോക്കൽ സെക്രട്ടറി ഒക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവരെല്ലാരും അവർക്ക് നമ്മള് പറയുന്നതിൽ ഒരു ഗൗരവം ഉണ്ടെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവര് നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ട്, എല്ലാവരും സപ്പോർട്ടുണ്ട്. അതുപോലെ തന്നെ മാധ്യമങ്ങളും ഇതിൽ വലിയ രീതിയിൽ അതിനൊക്കെ നന്ദിയുണ്ട്. മാധ്യമങ്ങളാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഇത് ഒരു സാധാരണ കേസായിട്ട് ചിലപ്പോൾ തീർച്ചയായിട്ടും പോയാൽ
ശരി. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരുപാട് നന്ദി. എല്ലാ മാധ്യമങ്ങളോടും ഞാൻ ഈ അവസരത്തിൽ നന്ദി പറയും. യെസ്. എന്തായാലും പ്രതികരിച്ചതിന് വളരെ നന്ദി. മാധ്യമങ്ങൾക്ക് ആർജവം അത് തീർച്ചയായും ഞങ്ങൾ ഇത്തരം വിഷയങ്ങൾക്കൊപ്പം നിൽക്കുകയാണ്. ഇത്തരം ഒരു അനുഭവം ഇനി ഒരു പെൺകുട്ടിക്കും ഉണ്ടാവാതിരിക്കാനുള്ള ആർജവമാണ് ഞങ്ങളും കാട്ടുന്നത്. എന്തായാലും വൈകിയെങ്കിലും പോലീസിന്റെ ഇടപെടൽ കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്. രാഹുലിനെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം ആരംഭിക്കുന്നു. കൂടുതൽ ശക്തമായ വകുപ്പുകൾ ചേർത്ത് പോലീസിന്റെ നടപടി ആരംഭിച്ചിരിക്കുന്നു. പുതിയ അന്വേഷണ സംഘം രൂപീകരിക്കപ്പെടുന്നു എന്നതാണ് സാഹചര്യം. ആ പെൺകുട്ടിയുടെ സഹോദരനുമാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. നമുക്ക് വേഗം ഈ വാർത്തയിലേക്ക് തന്നെ മടങ്ങി വരാം, ഇടവേളയ്ക്ക് ശേഷം.